ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മിസ്രിയ മുഹമ്മദ് അലി. നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. കുറച്ച് ചെടികൾ ഓർഡർ ചെയ്തിരുന്നു, അഡീനിയം പിന്നെ ഓർക്കിഡ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ പ്ലാന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയുണ്ട് ഒന്ന് നോക്കുക കേട്ടോ. അഡീനിയം പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ. അഡീനിയത്തിൻ്റെ പൂവൊക്കെ ആയിക്കൂടെ ഈ ഡബിൾ പെറ്റൽസും ത്രിബിൾ പെറ്റൽസും ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ വീണ്ടും വീണ്ടും നമ്മളടുത്ത് ഇല്ലാത്തത് കളക്ട് ചെയ്യാൻ നമ്മളൊക്കെ ഒരു ആഗ്രഹമാണല്ലോ. അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു 5 പ്ലാന്റിന് ഓർഡർ കൊടുത്തിരുന്നു. ഇതാണ് കേട്ടോ ഒരു പ്ലാന്റ്. ഈ ഒരു പൂവ് എൻ്റെ അടുത്ത് ഇല്ല. നല്ല ക്രീമാണ്, നല്ല തട്ടുള്ള പൂക്കളാണ് കേട്ടോ. അപ്പം അതിന്മേൽ പൂവുണ്ട് ഈ ഒരു പ്ലാന്റുമേ, കണ്ടല്ലോ. നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അത്. പിന്നെ ഒരു പ്ലാന്റ് ഇതാണ്. ഇതിന് നല്ല കാടയൊക്കെ ഉണ്ട് കേട്ടോ. കാഡക്സ് നല്ല വലിപ്പമുണ്ടത്, കണ്ടല്ലോ. അതും നല്ലൊരു പ്ലാന്റ് തന്നെയാണ്. ഇനി നമുക്ക് അടുത്തതൊന്ന് നോക്കാം കേട്ടോ. അടീനിയത്തിൻ്റെ പ്ലാന്റുകളൊക്കെ നമുക്കത് ഭയങ്കര എന്താ പറയുക, ഈ ഗ്രാഫ്റ്റ് ചെയ്ത ഇതല്ലേ വരുന്നത്. നമ്മളതാണ് പോട്ട് ചെയ്തൊരു വർഷം കൊണ്ട് തന്നെ നമുക്കത് നല്ല പ്ലാന്റായിട്ട് മാറുകയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച പ്ലാന്റുകളാണ് ഇപ്പോൾ ആ പൂത്തിക്കണത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൂക്കൾ ഞാൻ ഇതിൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയിലാണ് പൂത്ത് നിൽക്കുന്നത് കാണുന്നത് അറിയാം. ചെറിയ ഒരു പ്ലാന്റിൽ അത്രയും പൂക്കളൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു സന്തോഷമല്ലേ. ഇത് ഞാൻ വാങ്ങിയതിനെക്കാട്ടിലും വലിയ പ്ലാന്റാണ് കേട്ടോ. ഞാനന്ന് വാങ്ങിയത് ചെറിയ പ്ലാന്റുകളായിരുന്നു. ഇത് നല്ല അത്യാവശ്യം വലിപ്പമുള്ള കാഡക്സ് ഒക്കെ ഉള്ള വലിയ പ്ലാന്റുകളാണ് കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം നല്ല കാഡക്സ് ആണുള്ളത് കേട്ടോ. നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ്. പിന്നെ ഈ അഡീനിയം എങ്ങനെ ആയാലും നമുക്ക് കുഴപ്പമില്ലാന്ന്. അഡീനിയത്തിന് വില കൊടുത്ത് നമ്മൾ നല്ല കട്ട പൂവുള്ളതല്ലേ വാങ്ങണത്. അപ്പോൾ നമ്മൾ വില കൊടുത്താലും നമുക്കതൊരു സങ്കടമില്ലാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് എങ്ങനെ ആയാലും അത് ഉണ്ടാവും. അങ്ങനെ പെട്ടെന്നൊന്നും പോകണ ഒരു സാധനമല്ലല്ലോ ഈ അഡീനിയം ഓർക്കിഡും ഒക്കെ. ചീയണത് നമ്മൾ ശ്രദ്ധിക്കണം. ചീഞ്ഞ് പോകുന്നുണ്ടോയെന്ന്. അപ്പോൾ പെട്ടെന്നൊന്നും അത് ചീഞ്ഞ് പോകാൻ ഒന്നുമില്ല. അതിൻ്റെ കാഡക്സ് ഒന്ന് നിൽക്കി നോക്കിയാൽ മതി. അത് നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നൊന്ന് മാറ്റി വെച്ച് അതിനൊന്ന് കെയർ ചെയ്താൽ മതി. എന്നാലും അത് പോവില്ല. ഈ ചീഞ്ഞാലും അത് ആ ചീഞ്ഞോടൊന്ന് ചെത്തിക്കളഞ്ഞ് അവിടെ ഒരു സാഫൊക്കെ തേച്ചിട്ട് വീണ്ടും അത് കുഴിച്ചിട്ടാൽ പിന്നെയും നമുക്കങ്ങനെ പൂവുണ്ടാവും കേട്ടോ. വലിയൊരു പ്ലാന്റ് ഉണ്ട് കേട്ടോ. അതുണ്ടോ? ഓ, വലിയൊരു പ്ലാന്റാണ്. യായ കോമ്പാക്റ്റാണ് കേട്ടോ. സാധാ യായ അല്ല, പിന്നെ സ്പ്ലാഷാണ്. യായൻ്റെ മിനിയേച്ചർ യായ കോമ്പാക്റ്റത്തിൽ സ്പ്ലാഷാണ്. അതിൻ്റെ പൂ കണ്ടില്ലേ? ഞാൻ ഇതിൻ്റെ പൂ വലുതാക്കി ഞാൻ എടുത്ത് ഇതിലിടും ചെയ്യാം കേട്ടോ. നല്ല പ്ലാന്റാണ്. ഓ, എന്താ അവന് വലിയ കൊട്ടടക്കം, ആ എത്ര വലിയ നമ്മളൊക്കെ പോട്ട് ചെയ്യണ കൊട്ട ഉണ്ടല്ലോ, അത്ര വലിയ കൊട്ടയിൽ തന്നെ ആക്കിയിട്ട് ഇതിന് തൂക്കിയിടണതൊക്കെ അടക്കമാണ് കേട്ടോ. തന്നിട്ടുള്ളത് 650 രൂപയാണ് ഇതിന് മേടിച്ചിട്ടുള്ളൂ. കൊറിയർ ചാർജ് വേറെയാണ്. 650 രൂപയെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഓ, എത്രങ്ങാനും വലിയ കടയാണ്. വലിയ പ്ലാന്റ് കേട്ടോ. കണ്ടില്ലേ? നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്ന പോലെ അവന് വീട്ടിൽ വളർത്തുന്നതായിരിക്കണത്. കണ്ടോ? തൂക്കിയിടണ ഇതൊക്കെ അടക്കാണ് കേട്ടോ. പോട്ടും തൂക്കിയിടണ അതൊക്കെ അടക്കാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. കണ്ടില്ലേ? ഡെൻഡ്രോബിയം മിനി യായ സ്പ്ലാഷ് കേട്ടോ. യായ വെറും യായ അല്ല, കോമ്പാക്റ്റ് യായ അല്ല, യായ സ്പ്ലാഷാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നിറയെ പൂക്കുകയും ചെയ്യും കേട്ടോ. കാരണം കണ്ടില്ലേ, അതിന് കട എത്രങ്ങാനും കടയാണ്. 650 രൂപക്ക് നല്ല ലാഭമാണ് ഇത്. നമുക്കൊരിക്കലും ഇങ്ങനെ ഇത്രയും വലിയൊരു പോട്ടിൽ ഇങ്ങനെ നമുക്ക് 650 റുപ്യക്ക് എന്തായാലും ഇത് കിട്ടൂല കേട്ടോ. എവിടുന്നും കിട്ടൂല. എൻ്റെ 650 മേടിച്ചിട്ടുള്ളത്. കൊറിയർ ചാർജും ഉണ്ട്. ഇത് കുറച്ച് പ്ലാന്റേ അങ്ങനെ വന്നിട്ടുള്ളൂ തോന്നുന്നു കേട്ടോ. ഇത് പെട്ടെന്ന് ഓർഡർ ചെയ്യണവർക്ക് ഈ വിലക്ക് കിട്ടുന്നുണ്ടാവും. കഴിയണീൻ്റെ ഇടയ്ക്ക് പിന്നീട് ചോദിച്ചിട്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. ഇതാകെ കുറച്ച് പ്ലാന്റാണ് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. കണ്ടില്ലേ?
പിന്നെ ഈ 5 അഡീനിയം ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 5 നല്ല പ്ലാന്റാണ്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഞാൻ എൻ്റെ അഡീനിയം പൂത്തത് ഇതിൽ കാണിക്കുന്നുണ്ട്, അത് മുഴുവനായിട്ടും കാണണം കേട്ടോ. എല്ലാ പ്ലാന്റും കണ്ടോളൂ, ഈ 5 അഡീനിയം കണ്ടോളൂ, ഒക്കെ നല്ല പ്ലാന്റാണ്. ഞാനിത് വാങ്ങിച്ച നമ്പർ ഞാനിതിൽ കൊടുക്കാം. നിങ്ങൾ ഇതിൻ്റെ ആദ്യം തൊട്ട് തന്നെ ഞാൻ കൊടുത്തിടുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാനോ പിന്നെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അഡീനിയത്തിൻ്റെ റേറ്റ് പറയാത്ത പലതിനും പല വിലയാണ്. കാരണം സിംഗിൾ പെറ്റൽ, ഡബിൾ പെറ്റൽ, ത്രിബിൾ പെറ്റൽ, പിന്നെ അതിലും വലിയ കട്ടിയുള്ളത് ഓരോ എന്താ നമ്മൾ പറയുക, കയ്യിൻ്റെ അടിനോളം വലിപ്പമുള്ള പൂക്കളുള്ളതൊക്കെ ഉണ്ടല്ലോ. അതിനൊക്കെ ഓരോന്നിനും ഓരോരോ റേറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കളർ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേറ്റ് അവൻ പറഞ്ഞു തരും. ഇപ്പോൾ ഏതായാലും ആദ്യത്തെ പോലെയൊന്നും അഡീനിയം പ്ലാന്റിന് റേറ്റ് ഇല്ല കേട്ടോ, റേറ്റ് കമ്മിയാണ്. ഞാൻ മേടിക്കുമ്പോഴൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ചെറിയ പ്ലാന്റുമ്മലും നല്ലോണം കൊല കുത്തി പൂക്കുകയാണ്. ഞാൻ ആ പൂക്കളൊക്കെ ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ അടുത്തെല്ലാം നമ്മൾ വളം കൊടുത്ത് പ്രൂൺ ചെയ്ത് വളം കൊടുത്തത് ഇപ്പോൾ ഒക്കെ പൂത്തിട്ടുണ്ട് എൻ്റെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ് പൂത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത്രയും പ്ലാന്റുകളാണ് നമ്മൾ വാങ്ങിയത്. എനിക്ക് ഈ ആയ കോമ്പാക്റ്റത്തിൻ്റെ അത് കണ്ടിട്ട് യായ സ്പ്ലാഷാണ് കേട്ടോ, മിനി സ്പ്ലാഷാണ്. മിനി സ്പ്ലാഷൊന്നും നമുക്ക് ഒരിക്കലും 650 രൂപയ്ക്ക് ഇത്രയും വലിയ പോട്ടിൽ ഇത്രയും വലിയൊരു പ്ലാന്റ് നമുക്ക് കിട്ടൂല. ഇതാണ് എൻ്റെ പൂക്കൾ കേട്ടോ. എൻ്റെ അഡീനിയം നിറയെ മുട്ടിട്ട് നിൽക്കുന്ന കണ്ടില്ലേ, കണ്ടല്ലോ. ഇതാണ് അതിൻ്റെ പൂവിട്ട, മുഴുവൻ വിരിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. ഇത്രയും പൂക്കൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ എന്നാണ് അതിന് വളം കൊടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. പടുത്തല്ലേ നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇതിനെല്ലാം നല്ല മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണി വേറൊരു പ്ലാന്റ് കണ്ടില്ലേ, റോസ് പൂവും കൂടിയും തോറ്റുപോകും, അത്രയും ഭംഗിയുണ്ട്. നമ്മളിതൊക്കെ വാങ്ങിച്ചാൽ, ഇങ്ങനത്തെ പ്ലാന്റുകളൊന്നും വാങ്ങിച്ചാൽ നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല കേട്ടോ. കുറഞ്ഞ വിലയുള്ളൂ. ഓർക്കിഡിൻ്റെ വിലയൊന്നും എന്തായാലും കൊടുക്കണ്ടല്ലോ. പിന്നെ ഈ ഒരു പ്ലാന്റാണ് പൂത്തിട്ടുള്ളത്, കണ്ടില്ലേ. എല്ലാ പൂവും പൂത്തതൊക്കെ ഒന്നിനൊന്ന് മെച്ചെന്ന് പറഞ്ഞ പോലെ കേട്ടോ. കഴിഞ്ഞ വർഷം വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഞാനത് കമ്പൊക്കെ കോതി കൊടുത്ത് അന്ന് തന്നെ പൂവ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കാരണം ഇത് ചെറിയൊരു കുഞ്ഞ പ്ലാന്റാണ്. ഒരു വർഷമായിട്ട് ഇപ്പോൾ ഇത്രേ വളർന്നിട്ടുള്ളൂ. അതിമ്പോൾ 3 പൂവുണ്ടായിട്ട് ആ 3 പൂവും കൂടി ഇതിമ്പോൾ ഇങ്ങനെ പൂത്ത് നിൽക്കുമ്പോൾ ഈ മരം കാണണമെന്നല്ലായിരുന്നു. അത്രയും വലിയ പൂവാണ് ഇതിന് കേട്ടോ. 2 ഇപ്പോൾ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഈ ഒന്നേ ഉള്ളൂ. ഇനി 2-3 മുട്ടും കൂടി ഉണ്ട്. മരം കാണാതെ എന്താ പറയുക, ഒരു ചുവന്ന ചോര കട്ട പൂവ് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയായിരുന്നു, കണ്ടില്ലേ. ആ 2 പൂവ് കൊഴിഞ്ഞ സ്ഥലമാണ് ആ കാണുന്നത്. അപ്പോൾ അത് 3 കൂടിയും വലിയ പൂവായിട്ടാണ് വിരിഞ്ഞ് നിന്നപ്പോഴേ ആ ഇല തന്നെ കാണുന്നില്ലായിരുന്നു. ആ മരം നിറയെ ആ പൂവായിരുന്നു. അത്രയും വലിയൊരു പൂവാണിത്. നല്ല ഭംഗിയാണ്. വലിയ ചെമ്പരത്തി പൂവ് ഉണ്ടാവില്ല, അത്ര വലുപ്പമുണ്ടത് കേട്ടോ. ഇത് കുറച്ച് ചെറുതായത്. ആദ്യം വിരിഞ്ഞ 2 നല്ല വലുതായിരുന്നു. ഇതൊക്കെയാണ് റോസ് പൂവിൻ്റെ മാതിരി. എന്തൊരു ഭംഗിയല്ലേ ഈ പൂക്കൾ. അപ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇഷ്ടം തോന്നിയിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും എൻ്റെ അടുത്ത് ഇല്ലാത്തൊരു 4-5 കളർ വാങ്ങിച്ചത് കേട്ടോ. കണ്ടില്ലേ, എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കും വേണം കേട്ടോ. ഇത് നമ്മൾ ആ ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ അടിയിൽ മുളച്ച് വന്നതാണ്. അതൊക്കെ കളയണം കേട്ടോ. അതൊക്കെ ഒന്ന് നുള്ളി കളഞ്ഞാൽ നമ്മളെ പൂവൊക്കെ പിന്നെ നിറയെ വന്നോളൂ. എന്തൊരു ഭംഗിയല്ലേ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ മൊത്തം എല്ലാ പൂവാണ് പൂക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായി കാരം. എല്ലാ പൂവും നല്ല ഭംഗിയാണ് കേട്ടോ. നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതിന് ആരും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടി അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടി ചോദിക്കേ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുവേ. എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എല്ലാ പൂവും ഒന്നിനൊന്ന് മെച്ചാണ്. ഈ പ്ലാന്റൊക്കെ ആണെങ്കിൽ ഇതിമ്മ ഇല കാണാതെ പറഞ്ഞ പോലെ പൂവാണ്. മുട്ട് വന്നിക്കണോക്കാണെങ്കിൽ മുട്ടും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ എല്ലാ മുട്ടും കൂടിയാണ് വിരിഞ്ഞാൽ അതിമ്മ ഇല കാണുന്നല്ല, അത്രയും വന്നിട്ടുണ്ട്. ശരിക്കും ഇനിയും വളം കൊടുക്കണം. വളം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ നോമ്പൊക്കെ ആയതുകൊണ്ട് പിന്നെ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. 2 വളം തന്നെ ഇപ്പോൾ അതിനാകെ കൊടുത്തിട്ടുള്ളൂ.
ഇനി വേറെ ഏതെങ്കിലുമൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നിറയെ പൂക്കുണ്ടാവും. അപ്പോൾ ആ വളത്തിന് നല്ല പ്രത്യേകത ഉണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ അതിൻ്റെ കയ്യിലുള്ള ആ വളം കൊടുത്തതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയും ബുഷിയായിട്ട് പൂക്കാനുള്ള കാരണം തന്നെ. മിക്സഡ് വളം കൊടുക്കാൻ എന്നോട് ആദ്യം പറഞ്ഞിരുന്നു ഇവിടുത്തെ ഒരു നഴ്സറിക്കാർ. അതും ഞാൻ കൊടുത്തിരുന്നു ആദ്യം. ആ മിക്സഡ് വളം കൊടുത്തിട്ടാണ് പെട്ടെന്ന് വളർന്നത്. പിന്നെ ഷിയാദ് അയച്ചെന്ന വളങ്ങളും കൊടുത്തു. അപ്പം നിറയെ പൂവാണ്. എല്ലാ പ്ലാന്റിലും പൂവ് വന്നിട്ടുണ്ട്. ഏത് കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾ വിളിക്കുക കേട്ടോ. നിറച്ചിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുമ്പോഴേ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് ബുഷിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പ്ലാന്റ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇതൊക്കെ കൂടി പൂത്താൽ എന്തൊരു ഭംഗിയായിക്കാരം അല്ലേ. നല്ല ഉഷാറാണ്. എല്ലാ പൂവും കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ. നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ ഏത് കളർ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ ഈ പ്ലാന്റ് വാങ്ങുന്നിടത്തുണ്ട്. അപ്പോൾ നമ്മൾ ആ നമ്പറിൽ ഇവിടെ കാണുന്ന ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളത് കോൺടാക്റ്റ് ചെയ്ത് അവരോട് തരാൻ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.